ഞാൻ കുറച്ച് വാക്ക് പറയാണ് അതിന്റെ പാസ്റ്റ് ടെൻസ് പറയണം. ഓക്കേ? Sure. Agree. Agreed. Attend. Attended. 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 Okay. Expand. ഇതെല്ലാം റെഗുലർ വെർബ്സ് ആണല്ലോ. Yeah, it is regular verbs. Yes. എന്താ regular verbs എന്ന്? റെഗുലർ വെർബ്സ് എന്ന് വെച്ചാൽ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുമ്പോൾ ഒരു ഇഡി പെൻഡിങ് വരും. Okay. നേരെ മറിച്ച് ഇറഗുലർ ആണെങ്കിൽ അതിന്റെ വേർഡ് തന്നെ ടോട്ടലി മാറും. ഫോർ എക്സാമ്പിൾ word ആയിരിക്കും. വേർഡ് തന്നെ മാറും. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും. എക്സാമ്പിൾ ആണെങ്കിൽ sing, sung, sang, right? അതെ, sing, sang, sung. പിന്നെ eat, ate, eaten. പിന്നെ fly, flew. അപ്പോൾ അവിടെ ഇഡി വരുന്നില്ല. അവിടെ ഇഡി വരുന്നില്ല. ആ വേർഡ് തന്നെ മാറാണ് ചെയ്യുന്നത്. വേർഡ് തന്നെ മാറണം. ഓക്കേ. അതാണ് ഇറഗുലർ വെർബ്സ്. നമ്മൾ സംസാരിക്കുന്ന റെഗുലർ വെർബ്സ്. അതിലാണ് ഇഡി വരുന്നത്. അതിലാണ് പ്രൊനൗൺസിയേഷൻ ഓഫ് ഇഡി ഇമ്പോർട്ടന്റ് ആവുന്നത്. അതെ. അപ്പോൾ അതിലത്തെ ഇഡിയുടെ പ്രൊനൗൺസിയേഷനിൽ 3 റൂൾസ് ഉണ്ട്. റൂൾ നമ്പർ 1 എന്താ ചെയ്യാ? റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ച പ്രൊനൗൺസിയേഷൻ വരുന്നത് ഐ ഗെസ് ഇറ്റ്സ് വോയിസ്ഡ് സൗണ്ട് കൂടെ. അതെ, ആ റെഗുലർ വെർബ് എൻഡ് ചെയ്യുന്നത് ഒരു വോയിസ്ഡ് സൗണ്ടിലാണെങ്കിൽ, സോറി, ഒരു അൺവോയിസ്ഡ് സൗണ്ടിലാണെങ്കിൽ നമ്മളെപ്പോഴും എക്സാമ്പിൾ ആസ്ക്ഡ്, പിന്നെ മിക്സ്ഡ്, ഫിക്സ്ഡ്, കുക്ക്ഡ്, ബേക്ക്ഡ്, ക്ലിക്ക്ഡ്. യെസ്. ഇനിയിപ്പോൾ അൺവോയിസ്ഡ് സൗണ്ട് എന്താണെന്ന് അറിയാത്തവർക്ക്, അൺവോയിസ്ഡ് സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വോക്കൽ കോഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതായത് ആ സൗണ്ട് പറയുമ്പോൾ നമ്മുടെ വോക്കൽ കോഡ്സ് തൊട്ട് വയ്ക്കാൻ വൈബ്രേഷൻ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ കെ സൗണ്ടും ടി സൗണ്ട് ഒക്കെ ച എന്ന് പറയുമ്പോൾ വോക്കൽ കോഡ് ആക്ടിവേറ്റഡ് അല്ല, വെറും കാറ്റാണ് വന്നത്. കാറ്റാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. അതിന് വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് വിളിക്കും. പിന്നുള്ളത് റൂൾ നമ്പർ 2. അത് ഞാൻ പറയാം. റൂൾ നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വോയിസ്ഡ് സൗണ്ടിലാണ് ഈ വെർബ് എൻഡ് ചെയ്യുന്നത്, ഒരു വോയിസ്ഡ് സൗണ്ടിൽ. അങ്ങനെയാണെങ്കിൽ ഇ ഡി ഇസ് പ്രൊനൗൺസ്ഡ് ആസ് എ ഡി സൗണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലവ്ഡ്, പിന്നെന്താ ലിവ്ഡ്, പിന്നെ പിന്നെന്താ agreed. Yes, agreed. കണ്ടോ? അപ്പോൾ ഈ agreed, live ഒക്കെ എൻഡ് ചെയ്യണത് ഒരു വവൽ സൗണ്ട്. പിന്നെ വവൽ സൗണ്ട് പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വവൽ സൗണ്ട്സും വോയിസ്ഡ് സൗണ്ട്സ് ആണ്. ഇനി റൂൾ നമ്പർ 3, let's talk about that. Rule number 3. It is about id pronunciation of ed, right? Exactly. Id, attended, requested, invited. അതൊക്കെ ഈ വാക്കുകളെല്ലാം എൻഡ് ചെയ്യുന്നത് ടി ഓർ ഡിയിലായിരിക്കും. അതെ, ഈ വേർഡ്സ് എല്ലാം എൻഡ് ചെയ്യുന്നത് ടി സൗണ്ട് അല്ലെങ്കിൽ ഡി സൗണ്ട്. അങ്ങനെ എൻഡ് ചെയ്യുന്ന റെഗുലർ വെർബ്സിന്റെ കൂടെ ഇ ഡി വരുമ്പോൾ ed is pronounced as an id sound. Yes. അപ്പോൾ invented, educated, inflated. അങ്ങനെ വരാം. പക്ഷെ ഇതിന്റെ കൂടെ എനിക്കൊരു ബോണസ് ടിപ്പ് കൂടി പറയാനുണ്ട്. അതായത് ചില ആഡ്ജക്റ്റീവ്സിന്റെ കൂടെ ഇ ഡി വരുമ്പോൾ നമ്മൾ അതിനെ ഇഡ് എന്ന് പറയും, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലാസ്റ്റ് സൗണ്ട്. എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ ഞാൻ പറയാണ്, ഇറ്റ് ഈസ് എ 4-legged animal. ഇവിടെ LEGGED, ഇവിടെ ലെഗ്ഡ് എന്നല്ല, ലെഗിഡ് എന്നാണ് പറഞ്ഞത്. ഒരു ആഡ്ജക്റ്റീവ് ആണ് 4-legged animal. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ വേറെ എക്സാമ്പിൾ ആണെങ്കിൽ, പിന്നെ അതുപോലത്തെ വേറെ വാക്കാണ് ബ്ലെസ്. ബ്ലെസ്സിന്റെ ഫാസ്റ്റ് വരുമ്പോൾ അത് അൺവോയിസ്ഡ് സൗണ്ട് ആണ്, എസ് സൗണ്ട് ആണ്. അപ്പോൾ ബ്ലെസ്ഡ് എന്ന് പറയുന്നത് ഹി ബ്ലെസ്ഡ് മീ അങ്ങനെ പറയാം. പക്ഷെ ഒരു ആഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനെ ബ്ലെസ്ഡ് എന്ന് പറയും. ഹീസ് എ ബ്ലെസ്ഡ് ചൈൽഡ് ഒക്കെ അവിടെ ബ്ലെസ്ഡ് വരും. പിന്നെ അതുപോലെ തന്നെ വേറെ വാക്കാണ് ലേൺ. ലേണിന്റെ ഒരു ആഡ്ജക്റ്റീവ് ലേൺഡ് വരും. ഹീസ് എ ലേൺഡ് മാൻ. ഒരുപാട് പഠിച്ച ആളാണ്. ഹീസ് എ ലേൺഡ് മാൻ. അതൊരു ബോണസ് ടിപ്പ് ആയിട്ട് നമുക്ക് എടുക്കട്ടെ. ഓക്കെ, so that was it for the video, and in case you want to know more about the course, okay, you want to know more about the course, please click the link above. English House, English at your fingertips.